ഹലോ. അപ്പോൾ നമുക്കൊന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ഗ്രീൻ പീസ് കറിയും നമ്മളെ കോഴിമുട്ടയൊക്കെ മിക്സ് ചെയ്തുള്ളൊരു കറിയാണ് കേട്ടോ. കറിക്ക് പേരൊന്നുമില്ല. അപ്പോൾ ഉച്ചത്തേക്ക് നമുക്കിന്ന് നെയ്മീൻ മുളകിട്ട കറിയും അതുപോലെ നെയ്മീൻ വറുത്തതും പയറുപ്പേരിയും ചോറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ കുക്കിംഗ് പരിപാടികളാണ് കാണുന്നത് നിങ്ങൾ. കാരണം എനിക്കിതൊക്കെ സെറ്റാക്കിയിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ പാർലറിൽ പോകാണ്ട് കേട്ടോ. ഒരു 3 ദിവസം മുന്നേ ഞാൻ ഹെയറിലൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഹെയർ വാഷ് ചെയ്യേണ്ട ദിവസം കേട്ടോ ഇന്ന്. 3 days കഴിഞ്ഞാൽ ഹെയർ വാഷ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 9 മണി 9:15 ആകുമ്പോഴേക്കും ആ ചേച്ചി അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണേറ്റിന് ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാറിലാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചേച്ചിക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. ഒരു 10-15 മിനിറ്റ് ആയപ്പോഴേക്കും ചേച്ചി ഫ്രീ ആയി കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു ക്രീം തയ്ച്ചു തന്നു. ക്രീം നമ്മൾ ഹെയറിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തു. ആ സമയം കൊണ്ട് അത് അവളുടെ മുടി നൈസായിട്ടൊന്ന് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഹെയർ വാഷൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ചർച്ച് റോഡിലുള്ള ഒരു സലൂണാണ് കേട്ടോ. അടിപൊളി സലൂണാണ്. അപ്പോൾ ഓക്കെ, അങ്ങനെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഹെയർ വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് വേണം. ചുളവിലിത് അവൾ മുടി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അവൾ മുടി നന്നായിട്ട് ഹെയർ ലെങ്ത്ത് കുറേ പറയുന്നത് ഹെയർ ലെങ്ത്ത് കുറയ്ക്കണമെന്ന്. അപ്പോൾ ഓൾറെഡി ഹെയർ കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പാക്ക് ഉള്ളതും സംഭവങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ടാവും നിങ്ങൾ ഈ വീഡിയോ മിക്കവാറും കാണുക. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രീറ്റ്മെൻറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡ് ചോറും അതുപോലെ തന്നെ കായമ്പയർ മെഴുക്ക് വരട്ടി, നെയ്മീൻ വറുത്തത്, മാങ്ങച്ചാറ്, നെയ്മീൻ കറിയായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇതൊക്കെ വെച്ച ശേഷമാണ് ഞാനൊന്ന് പാർലറിൽ പോയത് കേട്ടോ. വരുമ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആവുമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നിരത്തിയിരുന്ന് നല്ല അടിപൊളിയായിട്ട് ഉച്ചത്തെ ഫുഡ് കഴിച്ചു. ശേഷം ഒരു കിറ്റ്കാറ്റിൻ്റെ ഒരു ചോക്കോ ബാർ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയി വരുമ്പോൾ മേടിച്ചായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അത് കഴിച്ചിട്ട് വേണം നമുക്ക് പുറത്തുനിന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പോകുന്നത് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ ചേച്ചി വീട്ടുണ്ട്. ചേച്ചി ഇവിടെ അൽക്കൂസിലാണ് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചീനെ ഒന്ന് പോയി കാണണം. നാട്ടിൽ പോകുമല്ലോ. അപ്പോൾ ചേച്ചീനെ ഒന്ന് പോയി കാണണം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലറ ചില്ലറ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ചേച്ചീനെ കണ്ട് സംസാരിച്ച് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ സത്യം പറഞ്ഞാൽ ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ അടുത്ത് പോയി കുറച്ച് നേരം അവിടെ സംസാരിച്ചു, ചായ കുടിച്ചു, കുറച്ച് നേരം അവിടെ ഇരുന്നു. പിള്ളേർ കുറേ നേരം കളിച്ചു. അതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് തിരിച്ചത് കേട്ടോ. തിരിച്ചപ്പോഴേക്കും രാത്രിയായി ഏകദേശം. അപ്പോൾ ഞാൻ വന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു മർഹബ മോളുണ്ട്. അപ്പോൾ അവിടെ ഞാനൊരു ബാഗ് നോക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് മേടിക്കണ്ടല്ലോ, പോകാറാകുമ്പോഴേക്ക് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് മേടിച്ചിരുന്നില്ല. അപ്പോൾ ഓക്കെ, ആ ബാഗ് ഒന്ന് പോയി നോക്കാമെന്നുള്ള ലെവലിൽ നമ്മൾ മർഹബ മോളിൽ പോയിട്ട് ബാഗ് നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ മർഹബ മോളിൽ പോയിട്ടോ. അപ്പോൾ മർഹബ മോളിൽ പോയപ്പം ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഇതാണ് മർഹബ മോള്. മുന്നേക്കെ ഇവിടെ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് നമ്മൾ ഷാർജയിലേക്ക് താമസം മാറിയ ശേഷം അത്ര വരവ് കുറവാണ് കേട്ടോ. അങ്ങനെ ഇത് അൽമദീന മർഹബ മോൾ എന്നാ പറയട്ടോ. അൽമദീന സൂപ്പർ മാർക്കറ്റാണ്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് താഴത്തൊന്നും മേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം നേരെ പോകുന്നത് ഹൈപ്പർ മാർക്കറ്റ് സെക്ഷനിലേക്കാണ് കേട്ടോ. അവിടെയാണല്ലോ ബാഗും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് തന്നെ നോട്ടിട്ട് വെച്ചിരുന്ന കുറച്ച് കളക്ഷൻസ് ഓഫ് ബാഗ്സ് അവിടെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ബാഗുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കാം, മേടിക്കാം എന്നുള്ള ലെവലിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബാഗ് തിരഞ്ഞ് നടക്കുന്നെങ്കിലും ഞാൻ വിചാരിച്ചൊരു ടൈപ്പ് ബാഗ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. കാരണം ഞാൻ ഈ ഒരു മോഡൽ ബാഗും കാര്യങ്ങളൊന്നും അല്ല വിചാരിച്ചത്. പക്ഷേ ആ ബാഗ് അന്ന് മേടിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. കാരണം ആ കളക്ഷൻസ് മൊത്തം പോയിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ആദ്യക്കൂട്ടം വന്നു കഴിഞ്ഞാൽ അവന് കളിപ്പാട്ടത്തിൻ്റെ സെക്ഷനിലേക്കാണ് ആദ്യം പോവുക. അപ്പോൾ അവൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അതൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ബാഗ് കിട്ടിയില്ല കേട്ടോ. എനിക്ക് അവിടെ നിന്ന് എടുത്തില്ല. ഞാൻ വിചാരിച്ച ബാഗും എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ബാഗും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ജ്യൂസ് ബ്ലെൻഡർ അവിടെ നിന്ന് ഒരു ജ്യൂസ് ബ്ലെൻഡർ മേടിച്ചു. എന്തായാലും വന്നതല്ലേ, വെറും കൈയോടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു ഒരു ജ്യൂസ് ബ്ലെൻഡർ മേടിച്ചു. പിന്നെ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു മസാജിങ് സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഒരു മസാജിങ് വേണമെന്നും ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഓക്കെ, അവൻ്റെ ഒരു ആഗ്രഹം അവൻ ചെയ്യട്ടെ, മസാജിങ് ചെയ്യാൻ കേട്ടോ. അവൻ കൂട്ടത്തിൽ അവനൊരു വണ്ടി മേടിച്ചു കേട്ടോ. എനിക്ക് ബാഗ് മേടിക്കാനാണ് വന്നതെങ്കിലും അവനാണ് കോളായത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പക്ഷേ ബാഗ് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ വീടിൻ്റെ അടുത്തിന് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെയും കൂടി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അവിടെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയിട്ട് അവിടെ ബാഗും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ
അടിപൊളി ബാഗ് കളക്ഷൻസ് ഉണ്ടോ അവിടെ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടൊരു ബാഗ് ഞാൻ എടുത്തു. അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓക്കെ എന്ന ലെവലിലൊരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ എടുത്ത ബാഗ് കേട്ടോ. ഞാൻ വിചാരിച്ച മോഡൽ കിട്ടിയില്ലെങ്കിലും തൽക്കാലം ഇപ്പോൾ ഇത് മതി എന്ന് വിചാരിച്ചു, എനിക്ക് അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിസ്സ ഹട്ടിൽ നിന്ന് ഒരു പിസ്സ മേടിച്ചു. ആസ് യൂഷ്വൽ ആദ്യക്കുട്ടൻ ഒരു കാർ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു മദീന മോളിൽ നിന്ന്. അവൻ അതൊക്കെ ഉരുട്ടി കളിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ നേരെ കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ 1 മീറ്റർ പിസ്സ. കണ്ടോ, ഇതിൻ്റെ ഇപ്പം ഫ്രീ. ഇത് ചിക്കൻ ഷവർമ, പിന്നെ അല്ല ഇത് ചിക്കൻ സൂപ്പ്, ചിക്കൻ ചീക്കി, ഇത് ബാർബിക്യൂ പിസ്സ, ഇത് ചിക്കൻ ഷവർമ, ഇത് ഫ്രീ ഡിപ്സ്, ഇത് ഫ്രൈ പെരി പെരി, പിന്നെ ഇത് ബാർബിക്യൂ ചിപ്പോട്ട്ലി ബാർബിക്യൂ ക്രീമി, പിന്നെ ക്രീമി റാഞ്ച്, പിന്നെ ഉള്ളത് പെപ്സി. അപ്പോൾ നമ്മുടെ 1 മീറ്റർ പിസ്സയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചോട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കിടന്ന് സുഖമായിട്ട് കിടന്നു തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.